ജീൻ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ ഈ സിനിമ അഴിക്കുകയാണ്. തന്റെ അമ്മ ആരാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു 35 വർഷം മുമ്പുള്ള ഒരു കഥയാണ് ജീന് ഈ നാട്ടിൽ നിന്ന് അറിയേണ്ടത്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ജീൻ കണ്ട് കിട്ടുന്നതും അവരിൽ നിന്നും തന്റെ അമ്മ ആരാണെന്ന് ജീൻ മനസ്സിലാക്കിയെടുക്കുന്നു. ജീൻ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാല് തന്റെ അമ്മ കാനഡയിൽ ആരായിട്ട് തന്നെ സ്നേഹിച്ച് വളർത്തിയ ആ ഒരു അമ്മയെ കുറിച്ചല്ല, മറിച്ച് ഈ ഒരു സിവിൽ വാറിന്റെ ഇടയ്ക്ക് പൊരുതി നിന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയെ കുറിച്ചാണ് ജീൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തന്റെ അമ്മ താൻ കണ്ടു വളർന്ന ഒരാളല്ല, മറിച്ച് വേറെ ആരോ ആയിരുന്നു എന്നാണ് ജീൻ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഫൈനലി ജീൻ തന്റെ സഹോദരനെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തന്റെ ഫാദറിനെ ജീൻ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് താല്പര്യം വരുന്നില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കണം. ഈ സിനിമയുടെ ഒരു പോയിന്റ് ഇങ്ങനെ ക്ലൈമാക്സിനോട്ടൊക്കെ അടുത്തപ്പോൾ ഞാൻ മനസ്സിലായി, അയ്യോ ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അതൊരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. അപ്പൊ അങ്ങനെ ആയിരിക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെ തന്നെ ആയി തീർന്നു. ഇതൊരു ഫീൽ ഗുഡ് പടമൊന്നുമല്ല, മറിച്ച് ഒരു ഹാർഷ് റിയാലിറ്റിയെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാണ്. ഇതൊരു പഴയ ഗ്രീക്ക് ഡ്രാമയെ ബേസ് ചെയ്തിട്ട് എന്തോ ഡെനിസ് വില്ലിന്യൂസ് ചെയ്തതാണ് ഈ ഒരു സിനിമ.